ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ? നിങ്ങളിലേക്ക് വരാനുള്ളത് എന്തൊക്കെയാണ്? നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നത് എന്തൊക്കെയാണ്? നിങ്ങൾ ഉപേക്ഷിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി വന്നിരിക്കുന്നത് ഏസ് ഓഫ് കോയിൻസിന്റെ എനർജിയാണ്. കണ്ടില്ലേ, ഇവിടെ ഏസ് ഓഫ് കോയിൻസ് എന്ന് പറയുന്നത് എന്താണ്? കണ്ടില്ലേ, ഇവിടെ നിങ്ങളിലേക്ക് സാമ്പത്തികത്തിന്റെ ഒരു വരവാണെന്നാണ് കാണുന്നത്. അതായത് ഏസ് ആണ് വന്നിരിക്കുന്നത്, ഒരു തുടക്കമാണ്, സമ്പത്തിൻ്റെതായ ഒരു തുടക്കം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ. അതിനെ സ്വീകരിക്കാൻ വളരെയധികം സന്തോഷത്തോടു കൂടി തയ്യാറാവൂ എന്നുള്ളതാണ്. ഇവിടെ റൂട്ട് ചക്രയുടെ ആക്ടിവേഷനാണ്, റെഡ് കളറാണത്. 7 ചക്രാസിൽ ഫസ്റ്റ് വരുന്ന ചക്രയാണ് റൂട്ട് ചക്ര. റെഡ് കളറിലെയാണ് റൂട്ട് ചക്ര. റൂട്ട് ചക്രയെ ആക്റ്റീവ് ആക്കി വെക്കുമ്പോൾ മാത്രമാണ് കൂടുതലായിട്ട് നിങ്ങളിലേക്ക് മണി വരുന്നത്. അതായത് മണി ബ്ലോക്കുകൾ നിങ്ങളിൽ നിന്നും മാറിക്കിട്ടുന്നതും അങ്ങനെയാണെന്നാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു റെഡ് കളർ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പെൻറ്റക്കിളാണ്, കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നത് അത് ഏതൊരു വിധത്തിലും ആവാം. ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടുന്നതാവാം, ജോലി കിട്ടുന്നത് വഴി സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നതാവാം. അതുമല്ല എങ്കിൽ നിങ്ങൾ നോക്കിയിരിക്കുന്ന സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നതാവാം. അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ളത് വരാം. അതുമല്ല എങ്കിൽ പുതിയ ചില സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരാം സാമ്പത്തികത്തിൻ്റെതായിട്ട്. മനസ്സിലായി? നിങ്ങളിപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെതായ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. മനസ്സിലായോ? ഇതിൻ്റെതായ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റൂട്ട് ചക്രയെ ആക്റ്റീവ് ആക്കി എടുക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ റൂട്ട് ചക്രയെ ആക്റ്റീവ് ആക്കി എടുക്കുന്നത് ഏറ്റവും നന്നായിരിക്കും എന്നിവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഏസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഒരു തുടക്കമാണ്. റൂട്ട് ചക്രയോ എന്താണ്? 7 ചക്രാസിൽ ഫസ്റ്റ് വരുന്ന ചക്രയാണ്. ചക്രാസിന്റെ തുടക്കവും റൂട്ട് ചക്രയിൽ നിന്നാണ്. നമ്മളുടെ റൂട്ട് എന്ന് പറയുമ്പോഴെന്താണ്? ഭൂമിയുമായിട്ടുള്ള കണക്ഷനാണ്, അല്ലേ? ഭൂമിയിലേക്ക് വേരുകൾ, ഒരു ചെടിയുടെ വേരുകൾ ആഴ്ന്നിറങ്ങിയില്ല എങ്കിൽ ആ ഒരു ചെടിക്ക് നിലനിൽപ്പില്ലല്ലോ എന്ന് പറയുന്നത് പോലെയാണ്. നമ്മളുടെ ഇരിപ്പിടം ശരിയല്ല എങ്കിൽ നമുക്ക് ജീവിതവും വളരെയധികം ബുദ്ധിമുട്ടേറിയതായിരിക്കും. അത് നമ്മുടെ റൂട്ടും കറക്റ്റ് ആവണം, അത് ആക്റ്റീവാക്കി എടുക്കണം എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായ? അതിനായിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. റൂട്ട് ചക്രയെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ വേണമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. റൂട്ട് ചക്ര എന്ന് പറയുമ്പോൾ എന്താണ്? മൂലാധാര ചക്ര, അവിടെ നിന്ന് ചുവന്ന ഒരു പ്രകാശം വരുന്നതായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ട് 10 മിനിറ്റെങ്കിലും എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഉദാരമായിട്ട് നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നു ചേരുമ്പോൾ ഉദാരമായിട്ട് ആർക്കെങ്കിലും, പാവങ്ങൾക്ക്, അർഹതയുള്ളവർക്ക് ദാനം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് തന്നെയുള്ള ആ ഒരു തോന്നലോടുകൂടി വേണം കൊടുക്കാൻ. ഹൃദയത്തിൽ നിന്ന് സ്നേഹം തോന്നി വേണം ദാനം ചെയ്യാൻ. അല്ല എങ്കിൽ ആ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുകയില്ല. മനസ്സിലായ? ഹാർട്ടിന്റെ ഭിത്തികൾ ഇവിടെ ആർദ്രമാകണം. ആർക്കെങ്കിലും ഒന്ന് സംഭാവന ചെയ്യുക, പാവങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് സഹായിച്ചു പോയെങ്കിൽ സ്വയം സന്തോഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ചക്രാസൊക്കെ ഒന്ന് ബാലൻസ് ആവുന്നതും അതിലൂടെയാണ് റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ നടക്കുന്നതും മണി ബ്ലോക്കുകൾ നിങ്ങളുടെ മാറുന്നതും നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നതും. മനസ്സിലായ? നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ക്രിസ്റ്റലൊക്കെ വാങ്ങി വെക്കാവുന്നതാണ്. ഇതാണ് റൂട്ട് ചക്ര, റെഡ് ജാസ്പർ ബോളാണ് ഇത്. റൂട്ട് ചക്രയുടെ ക്രിസ്റ്റൽ ഇതാണ്. റൂട്ട് ചക്രയെ ആക്റ്റീവ് ആക്കുന്ന ക്രിസ്റ്റൽ. മനസ്സിലായി? അപ്പോൾ ഇതൊക്കെ അടുത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ വളരെ നല്ലതാണ്, നല്ല പ്രയോജനം കിട്ടും. അപ്പോൾ അങ്ങനെയാണ്, അതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിലേക്ക് ചിലപ്പോൾ ചിലർക്ക് പുതിയ ജോലി കിട്ടുന്നതാവാം, ചിലർക്ക് പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ വരുന്നതാവാം, ചിലപ്പോൾ ആരെങ്കിലും എതിർച്ചയാ നിങ്ങളെ സാമ്പത്തികം തന്ന് സഹായിക്കുന്ന എനർജിയുമാവാം, ചെറിയ ചെറിയ ലോട്ടറി കിട്ടുന്നതാവാം. അങ്ങനെ ഏതൊരു വിധത്തിലും നിങ്ങളിലേക്ക് സാമ്പത്തികത്തിൻ്റെതായ മാർഗങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 5 ഓഫ് കോയിൻസിന്റെ എനർജിയാണ്, 5 ഓഫ് പെന്റക്കിൾസ്. ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമ്പത്തിൻ്റെതായ പ്രശ്നമുണ്ട്. ഉള്ളപ്പോൾ എന്തെങ്കിലും ഒരു അകൽച്ച നിങ്ങളിൽ നിന്നും
ഉണ്ടാകുന്നു. ചിലപ്പോൾ നിങ്ങളിലുള്ള സാമ്പത്തികം നിങ്ങളെ വിട്ടുപോകാം, ചിലപ്പോൾ നിങ്ങളിലുള്ള സ്നേഹം നിങ്ങളെ വിട്ടുപോകാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അവിടെ നിങ്ങൾക്കൊരു അകൽച്ച വരാം. അതുമല്ലെങ്കിൽ സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് നിങ്ങൾ ആരോടെങ്കിലും വഴക്കിട്ടിട്ട് അവിടെ ഒരു അകൽച്ച ഉണ്ടാവുന്നതും ആകാം എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 2 ഓഫ് കോയിൻസിന്റെ എനർജിയാണ്. എന്താണോ നിങ്ങൾ ഇവിടെ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട്, ഓൾറെഡി ഉണ്ട്, രണ്ട് കാര്യങ്ങൾ, രണ്ട് പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. പക്ഷെ അതിലൊരു പ്രശ്നത്തിന് വേണ്ടി നിങ്ങൾ അമിതമായി ഇവിടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ പുറത്തേക്ക് പോകാനായിരിക്കാം, മറ്റ് ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് പോകാനായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം, മറ്റ് ഏതെങ്കിലും ഒരു നാട്ടിൽ നിന്നും ആരെങ്കിലും നിങ്ങളെ തേടി വരുന്നത്, അതല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു പ്രതീക്ഷയാവാം. എന്തായാലും നിങ്ങളിവിടെ എന്തോ ഒന്ന് കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. വളരെയധികം ആകാംക്ഷയോടുകൂടി നിങ്ങൾ ഒരു കാര്യം ഇവിടെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിനകത്ത് എന്താണ് പ്രതീക്ഷിച്ച് നിൽക്കുന്നത്, വരുമോ കിട്ടുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നിങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആരുടെയെങ്കിലും ഒരു ഉപദേശത്തിന് വേണ്ടിയായിരിക്കും, ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണെന്നാണ് തോന്നുന്നത്. ഇവിടെ ചിലപ്പോൾ ആത്മീയപരമായ ഒരു ഉണർവിന് വേണ്ടിയിട്ടായിരിക്കണം, നിങ്ങൾ അതായിരിക്കണം നിങ്ങൾക്ക് വേണ്ടത് ഇപ്പോൾ. സത്യം പറഞ്ഞു, ചിലപ്പോൾ ചില മംഗള കർമ്മങ്ങൾ ഉണ്ടല്ലോ, ചിലപ്പോൾ ചില ആൾക്കാർ നിങ്ങളിലേക്ക് വന്നു ചേർന്നിട്ട് നിങ്ങളുമായിട്ടുള്ള വിവാഹം നടക്കുന്ന എനർജി ഉണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം നിങ്ങളിവിടെ നോക്കി നിൽക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ പവർ വർദ്ധിക്കുന്ന എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളെ കാണാൻ ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ വരുന്ന എനർജി മനസ്സിലായി, നിങ്ങളിലേക്ക് ആരെങ്കിലും വന്നു ചേരാനുള്ള എനർജി ഉണ്ട്. ആ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളുടെ അഡ്വൈസിന് വേണ്ടിയിട്ട് വരാം, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനായിട്ട് നേതൃത്വം വഹിക്കാനുള്ള എനർജി ആവാം. മനസ്സിലായി, നിങ്ങൾ അവർക്ക് നേതൃത്വം കൊടുത്തുവെങ്കിൽ മാത്രമേ അവരുടെ കാര്യം സാധിക്കുകയുള്ളൂ എന്നുള്ള മട്ട. അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യത്തിൽ നിങ്ങളൊരു അധികാരിയായി ഇരിക്കണം, എന്നാൽ മാത്രമേ ആ കാര്യത്തിന് കുറച്ചുകൂടി മംഗളമായിട്ട് അത് നടന്നു പോവുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ചില കാര്യങ്ങൾക്കായിട്ട്, വിവാഹ കാര്യത്തിന് നിങ്ങളൊരു നേതൃത്വം വഹിക്കുകയോ മറ്റുള്ള പല കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു അഡ്വൈസ് കൊടുക്കാനോ ഒക്കെയുള്ള ഒരു സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ നിങ്ങളെ മറ്റുള്ളവർ കരുതുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഉയരങ്ങളിലേക്ക് പോകുന്ന ഒരു ഹയർ സെൽഫുമായിട്ടുള്ള കണക്ഷൻ നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഹയർ സെൽഫുമായിട്ടുള്ള കണക്ഷൻ എന്തുകൊണ്ടാണ് വരുന്നത്, നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ജീവിതചര്യകൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മാത്രമാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കും, നിങ്ങൾ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് അല്ലെങ്കിൽ ഒരുപാട് അറിവുകൾ നേടിയിട്ട് പോസിറ്റീവായ രീതിയിൽ മനുഷ്യർക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം. അതിലൂടെയാണ് അവർ നിങ്ങളെ ഒരു നേതാവായിട്ട് തന്നെ കാണുന്നത്, അവരുടെ ഒരു ലീഡറായിട്ട് നിങ്ങളെ കാണുന്നത്. അങ്ങനെയാവാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നല്ല ഒരു സ്ഥാനം, മറ്റു പലരുടെയും മനസ്സിൽ നിങ്ങൾക്കൊരു നല്ല സ്ഥാനമുണ്ട്, അവർ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന ഒരു സ്ഥാനം നിങ്ങൾക്കുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഏസ് ഓഫ് സോളിന്റെ എനർജിയാണ്. ബുദ്ധിപൂർവ്വം നിങ്ങൾ എന്തോ കാര്യത്തിനിവിടെ പോകുന്നുണ്ട്. ബുദ്ധിപൂർവ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കോഴ്സ് പഠിക്കാനാവാം, അല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നല്ല ജോലിയിലേക്ക് പോകുന്ന എനർജിയാണ്. അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ ഒരു ക്ലാരിറ്റി ലഭിക്കുന്നുണ്ട്. വളരെയധികം സന്തോഷത്തോടുകൂടി അതിൻ്റെ തുടക്കത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സോഡ്, എയർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. പ്രശ്നങ്ങൾ ചുറ്റിനും ഉണ്ട്, കണ്ടില്ല, ഇവിടെ ഒക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ ഇതിനെ ഒന്നും വകവയ്ക്കാതെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്, നിങ്ങൾക്കതിന് സാധിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചു കാലം കൊണ്ടേ ആഗ്രഹിക്കുന്നതാണ്, കുറച്ചു കാലം കൊണ്ടേ നിങ്ങൾ ബുദ്ധിപൂർവ്വം നിങ്ങൾ അതിനെ പഠിച്ചിട്ട് അതിലേക്കൊരു തീരുമാനമെടുത്ത് വെക്കുന്ന കാര്യമാണിത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിഷ്പ്രയാസം അതിലേക്ക് പോകാൻ സാധിക്കുന്നത്, പുതിയൊരു തുടക്കത്തിലേക്ക്. ചിലപ്പോൾ വിദേശത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാകാം, അതുമല്ലെങ്കിൽ ഒരു യാത്രയ്ക്ക്, ഒരു വിദേശ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പും ആകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്തേക്ക് നിങ്ങൾക്ക് പോകാനോ അല്ലെങ്കിൽ ദൂരെ ദേശത്തേക്ക് പോകാനോ അവിടെ പഠിക്കാൻ പോകാനോ അവിടെ ഒന്നും കൂടുതൽ മണി ഏൺ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി പോകാനോ, എങ്ങനെയായാലും ജോലിക്ക് പോയിട്ടല്ലേ മണി ഏൺ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പോകാനും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു
അവസരം വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതിനായിട്ട് നിങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ, പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ സാധ്യമാകുന്നു, അതിനൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ടു ഓഫ് സോർട്സ് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത ചില ആൾക്കാരുടെ എനർജിയാണിത്. ചിലപ്പോഴൊക്കെ പല തീരുമാനങ്ങളും എടുക്കാൻ പോകുമ്പോൾ എന്ത് വേണം, ഇപ്പോഴെന്ത് വേണം, കാരണം ഇവിടെ റിയാലിറ്റിയിലേക്ക് വരുന്നില്ല. കണ്ടില്ലേ, കണ്ണുകൾ മൂടി കെട്ടിയിരിക്കുകയാണ്, കണ്ണുകൾ അടച്ചു വെച്ചിരിക്കുകയാണ്. കണ്ണുകൾ തുറന്നു വെച്ചുവെങ്കിൽ മാത്രമേ, അതായത് നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളും പ്രവർത്തിച്ചുവെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സക്സസിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നും ഇവിടെ അടച്ചു വെച്ചിരിക്കുകയാണ് എങ്കിൽ എങ്ങനെയാണത് അറിയാൻ പറ്റുന്നത്? മനസ്സിലായി. അപ്പോൾ നാടകത്തിൽ അഭിനയിക്കുന്നത് പോലെ അഭിനയിച്ചാൽ പോരാ. നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് റിയലായിട്ടും എന്താണ് ഇതെന്ന് അറിഞ്ഞ് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പഠിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ സക്സസ് നേടാൻ സാധിക്കുന്നത്. അല്ലാതെ വെറുതെ കണ്ണുകൾ അടച്ച് ചെവികൾ അടച്ച് അല്ലെങ്കിൽ ഹൃദയത്തെ പൊത്തിപ്പിടിച്ച് ഒന്നും ജീവിക്കാൻ ആർക്കും പറ്റില്ല. മനസ്സിലായ? അല്ലെങ്കിൽ മൂക്ക് അടച്ചു വെക്കുക, ശ്വാസം കിട്ടണ്ടേ? അതാണ് ഞാൻ പറയുന്നത്. പഞ്ചേന്ദ്രിയങ്ങളെ നിങ്ങൾ പ്രവർത്തിപ്പിക്കുക മാത്രമാണ് ഏക ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല സക്സസിലേക്ക് വരാൻ സാധിക്കൂ. കാരണം ഈ 5 ഇന്ദ്രിയങ്ങളും കൂടെ വരെ നല്ലതുപോലെ പ്രവർത്തിച്ചുവെങ്കിൽ മാത്രമാണ് ഒരാൾ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കുന്നത്. ഒരാളിന് ഇല്ല എങ്കിലോ, കണ്ണുകളില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. കണ്ണുകളില്ലാത്തവരും ജീവിക്കുന്നുണ്ടാവും, പക്ഷെ അവർക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും, അല്ലെ? ചെവി കേട്ടുകൂടാത്തവരും ജീവിക്കുന്നുണ്ടാവും, പക്ഷെ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെയാണ് ഇവിടെ. സംസാരിക്കാൻ പറ്റാത്തവർ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെയാ ആണെങ്കിലോ അവരും ജീവിക്കുന്നുണ്ടാവും, പക്ഷെ അവർക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ അതാണ് പറഞ്ഞത്. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളും പ്രവർത്തനരഹിതമാണെങ്കിൽ അവിടെ പരാജയമാണ്. പഞ്ചേന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഒരു സക്സസ് ലഭിക്കും. ഇങ്ങനെ കണ്ണുകൾ അടച്ചു വെച്ചുകൊണ്ട് ഒരു തീരുമാനവും എടുക്കാൻ ആർക്കും കഴിയുകയില്ല. റിയാലിറ്റിയിലേക്ക് വന്നു എങ്കിൽ മാത്രമേ ഇവിടെ സക്സസിലേക്ക് പോകാൻ സാധിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയെങ്കിലും ജീവിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെ? ജീവിതത്തിന്റെ അർത്ഥം അറിഞ്ഞ് ജീവിക്കണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ലക്ഷ്യങ്ങളെല്ലാം കണ്ടെത്തണം, ലക്ഷ്യത്തിലേക്ക് കുതിക്കണം, നേടാനുള്ളതൊക്കെ നേടണം. എന്നാൽ മാത്രമാണ് ജീവിതത്തിന് അർത്ഥം കൈവരുന്നത്. അവിടെയാണ് സക്സസ് ഉണ്ടാവുന്നത്. ഇവിടെ കണ്ടില്ലേ, നിങ്ങളിലേക്ക് ആരോ വരുന്നുണ്ട്. നൈറ്റ് ഓഫ് സോഡിന്റെ എനർജിയാണ്. നിങ്ങളെ കാണാൻ ആരോ വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കാൻ ആരോ വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ചില ആൾക്കാരായിരിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തെങ്കിലും ഒരു മെസ്സേജ് അവർ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ സന്ദേശം കൊണ്ടുവരുന്നതാണ്. നൈറ്റാണ് വന്നിരിക്കുന്നത്. നൈറ്റ് ഒരു പടയാളിയാണ്, ദൂരദേശത്തു നിന്നും വരികയാണ്. നിങ്ങളിലേക്ക് ഒരു സന്ദേശമാവാം. മനസ്സിലായോ? നിങ്ങളുടെ ഫോണിൽ ഒരു സന്ദേശം വരാനുള്ള സാധ്യതയാണോ? അല്ലെങ്കിൽ ഒരു കാൾ വരാൻ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ അവരുമായിട്ട് ചിലപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് അവസ്ഥയിലായിരിക്കാം. നിങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ലാതിരിക്കുന്നു ഇപ്പോൾ ഈ ഒരു സമയത്ത്, ഒരുപാട് സ്നേഹിച്ചിട്ട്. അങ്ങനെയുള്ള ചില സമയത്ത് ആ വ്യക്തികളുടേതായ മെസ്സേജ് വരാം, കാൾ വരാം, അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ തന്നെ വരാം. അങ്ങനെ ചില എനർജിയാണ് ഇവിടെയുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയാണ് കൊണ്ടുവരുന്നത് എന്നും കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ സ്റ്റാർ ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരു താരമായിട്ട് തിളങ്ങാൻ നിങ്ങളൊരു നല്ല ഉയർച്ചയിലേക്ക് പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ് ഇവിടെ. ഹാർട്ട് ചക്ര പച്ച കളറല്ലേ? അപ്പോൾ ഈ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ വരുമ്പോൾ എന്താണ്? മറ്റ് ചക്രാസ് ആക്റ്റീവ് ആകുന്നുണ്ട്. മനസ്സിലായി? ഹാർട്ട് ചക്ര എന്ന് പറയുന്നത് മിഡിൽ ചക്രയാണ്. അപ്പോൾ അപ്പർ ചക്രാസും ലോവർ ചക്രാസും ആക്റ്റീവ് ആകുമ്പോൾ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് സ്നേഹം വരും, മറ്റുള്ളവരുടെ കൂടുതലായിട്ട് സാമ്പത്തികം വരും, നിങ്ങളിലേക്ക് പ്രശസ്തി വരും. മനസ്സിലായി? മറ്റുള്ളവരുടെ പ്രശംസയും വരും, മറ്റുള്ളവരുടെ നിങ്ങൾക്ക് അർഹിക്കുന്ന പ്രശസ്തിയും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള അംഗീകാരം, പദവി ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന എനർജിയാണ്. നിങ്ങൾക്ക് ഒരുപാട് ദൈവാനുഗ്രഹം ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായി? ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല ഒരു ഉയർച്ച, നിങ്ങളുടെ കമ്പനിയിലൊക്കെ വളരെ വലിയ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക്
വളരെ വലിയൊരു പോസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാവാം, അത് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നതാവാം, ചിലപ്പോൾ കുറെ കാലം കൊണ്ട് ഒരു പ്രൊമോഷൻ എന്ന് പറയുന്ന ഒരു പദവി. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുന്ന ഒരു സമയമാണ്. അതുമല്ല എങ്കിൽ നിങ്ങൾ മറ്റ് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് മാറാം. അതുമല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് തന്നെ നല്ല ഒരു ഉയർച്ച വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ വിവാഹം കഴിക്കാതെ നോക്കിയിരുന്നിട്ട് വിവാഹമൊക്കെ പെട്ടെന്ന് നടക്കാം. മനസ്സിലായി. ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെയൊക്കെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം ലഭിക്കുന്നു. ഒരുപാട് ഭാഗ്യത്തിൻ്റെതായ സമയം, ഒരുപാട് ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, അല്ല അഥവാ ഇനി വിവാഹമൊക്കെ നടക്കുമ്പോൾ അതിനുശേഷം ഒരു ജീവിതം തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് മാറി മറിയും, അല്ലെ? അപ്പോഴാവും നിങ്ങൾക്ക് ചിലപ്പോൾ ഭാഗ്യസമയം നിങ്ങളുടെ ഉദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യം ഉദിക്കുന്നു എന്ന് പറയത്തില്ലേ, ഭാഗ്യസമയമാണ് എൻ്റെ ഇത് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു സമയത്തിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ തന്നെ നല്ല ഉയർച്ചയിലേക്ക് ഒരുപാട് പേർ നിങ്ങളെ സ്നേഹിക്കാനുണ്ടാകുന്ന, നിങ്ങൾക്കും അവരെ സ്നേഹിച്ച് കഴിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നു, നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയും മെച്ചമാകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ഹൈ പ്രിസ്റ്റസ് എനർജിയാണ്. ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്നുണ്ട് നിങ്ങളിൽ പലർക്കും ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്നുണ്ട്, ഇൻഡ്യൂട്ടീവ് ആകാൻ സാധിക്കുന്നു. അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇത്രയും സമയങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇതുവരെയും നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരോടും അങ്ങ് കൂട്ടുകൂടുന്ന, ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ആരെ കണ്ടാലും ചിരിക്കുന്ന, ആരെ കണ്ടാലും സംസാരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു നിങ്ങളുടേത്, അല്ലേ? എങ്കിൽ ഈ ഒരു സമയത്ത് ഇനി അതിനൊരു മാറ്റം വരാൻ പോവുകയാണ്. കാരണം ഇനിയും നിങ്ങൾ അളന്നു മുറിച്ചുള്ള സംസാരം, ആ ലൂസ് ടോക്ക് അങ്ങ് നിർത്തിവെക്കാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മനസ്സിലായി? കാരണം എന്താണ്, ഏത് വ്യക്തിയാണ് നല്ലത്, ഏത് വ്യക്തി മോശമാണ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംസാരം നമുക്ക് കുറച്ച് എടുക്കാം. മിതമായ സംസാരം, മനസ്സിലായോ? അപ്പം നേരത്തെ നമ്മൾ ഒരുപാട് സംസാരിച്ചിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്കിപ്പോൾ കുറച്ച് മാത്രം സംസാരിക്കുന്നതിലൂടെ നമുക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് എന്താണ്, പോസിറ്റീവ് എന്താണ്, ആൾക്കാരെ അറിയാൻ സാധിക്കുന്നു. നെഗറ്റീവായ എനർജിയെ തിരിച്ചറിയാൻ സാധിക്കുന്നു, പോസിറ്റീവായ എനർജിയെ തിരിച്ചറിയാൻ സാധിക്കുന്നു. അങ്ങനെ നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കുന്നു. മറ്റുള്ളവർ എന്തെങ്കിലും ചോദിക്കുമ്പോൾ യെസ് ഓർ നോ എന്നുള്ള വാക്കിൽ ഉത്തരം ഒതുക്കി നിർത്താനും നിങ്ങളെ കൊണ്ട് ഇപ്പോൾ കഴിയുന്നു. മുൻപൊക്കെ ആരെങ്കിലും സാമ്പത്തികമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തങ്ങ് കൊടുക്കും. അതല്ല എങ്കിൽ അവരുടെ കരച്ചിൽ കാണുമ്പോൾ ഹൃദയം വലിഞ്ഞ് മറ്റുള്ളവരോടെങ്കിലും ഒക്കെ മേടിച്ചിട്ട് കൊടുക്കും. എന്നിട്ട് വളരെ ആപത്തിൽ ചെന്ന് ചാടും, വലിയ ആപത്തിൽ ചെന്ന് ചാടും. ഇനി ഇപ്പോഴാണെങ്കിൽ ഈ ഒരു സമയത്താണെങ്കിലോ നിങ്ങൾക്ക് നല്ല ഇൻഡ്യൂഷൻ പവർ ലഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയും നിങ്ങൾ ഇനിയും ആപത്തിലേക്ക് ചെന്ന് ചാടുകയില്ല എന്ന് സ്വയം പ്രതിജ്ഞ എടുത്തിട്ടുള്ളവരായിരിക്കണം. കണ്ടും കേട്ടും ആൾക്കാരെ അറിഞ്ഞും മനസ്സിലാക്കിയുള്ള പെരുമാറ്റം നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനായിട്ട് നിങ്ങൾക്കൊരു വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിലേക്ക് നിങ്ങൾ പോകുന്ന എനർജിയുമാണ്, അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ക്വീൻ ഓഫ് കപ്സിന്റെ എനർജിയാണ്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളിലേക്ക് നിങ്ങൾ ആർക്കോ വേണ്ടി കാത്തിരിക്കുന്ന എനർജിയാണ്, നിങ്ങൾ ആർക്കു വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്ന എനർജിയാണ്. അങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങളിവിടെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരും, ചേരാതിരിക്കില്ല. കാരണം ഇവിടെ വലിയൊരു കപ്പിൽ വലിയ സ്നേഹം നിറച്ച്, ഒത്തിരി വലിയൊരു കപ്പിൽ നിറയെ സ്നേഹം നിറച്ച് വലിയ പ്രതീക്ഷകളോടുകൂടി കാത്തിരിക്കുന്ന എനർജിയാണ്. ഇത് നിങ്ങളിലേക്ക് വരാതിരിക്കില്ല, വരും എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അത്രമാത്രം പ്രതീക്ഷയോടുകൂടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് വേണ്ടി ആരോ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയും വെയിറ്റ് ചെയ്യുന്ന എനർജി ആവാം. അത് ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടും എന്നാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. അപ്പോൾ വാട്ടർ സൈൻ ആണ് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ ഇവിടെ വരുന്നുണ്ട്. നൈറ്റ് ഓഫ് കോയിൻസിന്റെ എനർജിയാണ്. അവർ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ അവരുടെ സ്നേഹത്തിന് വേണ്ടിയാണ് എങ്കിൽ നിങ്ങൾ ഇവിടെ കാത്തിരുന്നത്, അത് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പലരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകും എന്നുള്ളതാണ്. ചിലപ്പോൾ ചിലർ സാമ്പത്തികത്തിന് വേണ്ടി ആരെങ്കിലും നോക്കിയിരിക്കുകയാവാം. അങ്ങനെ വരുമ്പോൾ ഇവിടെ സാമ്പത്തികം കൊണ്ടുവരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്.
ഫസ്റ്റിൽ തന്നെ നമുക്കിവിടെ സാമ്പത്തികത്തിൻ്റെതായ എനർജിയാണ്. ഇവിടെ ലാസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് സാമ്പത്തികത്തിൻ്റെതായ എനർജിയാണ്. അപ്പോൾ സമ്പത്ത് നിങ്ങളിലേക്ക് വരാനുള്ള സാഹചര്യം ഇവിടെ ആയിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നു, നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിലേക്ക് സാമ്പത്തികം വരുമോ? ഇനി അടുത്തായിട്ട് എന്ത് എനർജിയാണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ കണ്ടില്ല, ഇവിടെ അതെ, തീർച്ചയായിട്ടും നിങ്ങൾ 11 എന്നുള്ള നമ്പറാണ്, ഏഞ്ചലിന്റെ നമ്പറാണ്. ഏഞ്ചൽ മെസ്സേജസ് വരുന്നുണ്ട്, ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നു. ബാലൻസ് ചെയ്തു പോകൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ബാലൻസ് ചെയ്തു പോകാനുള്ള, ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് ഇപ്പോൾ ബാലൻസ് ചെയ്തു പോകാനുള്ള സമയമായിരിക്കുന്നു. അതിനുള്ള അവസരം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത് സമ്പത്തിന്റെ കാര്യമായാലും ആവേശം ആയാലും ജോലിക്കാര്യങ്ങളിലായാലും സ്നേഹത്തിന്റെ കാര്യത്തിലായാലും ബുദ്ധിയുടെ കാര്യത്തിലായാലും നിങ്ങൾക്ക് ബാലൻസ് ചെയ്തു പോകാൻ സാധിക്കുന്നു. ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നമുക്ക് അടുത്തതായിട്ട് എന്താണ് എന്ന് നോക്കാം. ഇവിടെ മാറ്റമാണ് വരാൻ പോകുന്നത്. വളരെ വലിയ മാറ്റം നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നു. അതാണ് ഇവിടെ പറഞ്ഞു. ഇവിടെ സ്റ്റാറിന്റെ എനർജി ഉണ്ട്, കണ്ടില്ലേ? ഈ സ്റ്റാറിന്റെ എനർജി തന്നെ നിങ്ങൾക്കൊരു മാറ്റം കൊണ്ടുവരുന്നതാണ്. നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് പോകാൻ കഴിയുന്നു എന്ന് ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ. ഇവിടെ ഹാർട്ട് ചക്രയുടെ കണ്ടില്ലേ, എവിടെയും പച്ച കളർ തന്നെയാണ്, ഇവിടെ അത് തന്നെയാണ്. ഈ രണ്ട് കാർഡും തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇവിടെ മാറ്റമാണ് വരാൻ പോകുന്നത്. നിങ്ങൾ സ്വയം സ്നേഹിക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കാം. ഇവിടെ മാറ്റം വരുന്നുണ്ട്. ബട്ടർഫ്ലൈയെ കാണിച്ചിരിക്കുന്ന കണ്ടില്ലേ, പ്യൂപ്പയിൽ നിന്നും പുഴുവായിട്ട് ബട്ടർഫ്ലൈ ആയി മനോഹരമായ ചിറകുകളുള്ള ശലഭങ്ങളായിട്ട് പാറിപ്പറക്കാൻ സാധിക്കുന്നു. ഫ്രീഡം കിട്ടുന്നു, ഇൻഡിപെൻഡന്റ് ആവുന്നു. അപ്പോൾ തന്നെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് ഇവിടെ കഴിയുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ സൗന്ദര്യത്തിൽ മാറ്റം വരാം, അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിന് മാറ്റം വരാം, നിങ്ങളുടെ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ മാറ്റം വരുത്താൻ കഴിയുന്നു, അല്ലെങ്കിൽ ഒരു മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മനസ്സിലായോ? ഇവിടെ ഹാർമണിയാണ് വന്നിരിക്കുന്നത്. 6 ആണ് ഇവിടെ നമ്പർ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ തമ്മിലൊരു ഐക്യം പ്രാപിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഒരു ഐക്യത്തിലൂടെ മുന്നോട്ട് പോകാൻ ഹാർമണി വന്നിരിക്കുകയാണ്. ഈ ഒരു ഐക്യത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷനാണ് ഫീൽ ചെയ്യുന്നത്. മനസ്സിലായി? നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളെ തേടി വരുന്നു. ഇവിടെ പലതും കണ്ടിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് മെസ്സേജ് വരുന്നു, കാൾ വരുന്നു, നിങ്ങളെ കാണാൻ ആൾ വരുന്നു എന്നെല്ലാം ഇവിടെ പറഞ്ഞതല്ലേ ഉള്ളൂ. ഇവിടെ അങ്ങനെ കൂടിച്ചേരുന്ന എനർജിയാണ് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വന്ന് എത്തിച്ചേരും എന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ വളരെയധികം സന്തോഷത്തോടുകൂടി പാർട്ട്ണർഷിപ്പിലൂടെ മനസ്സിലായി. ഇനി അതല്ല എങ്കിൽ നിങ്ങളുടെ ലൈഫിലല്ല എങ്കിൽ ഇനി നിങ്ങളുടെ ബിസിനസ് ലൈഫിലാണോ അഥവാ ഇനി മറ്റു പല കാര്യങ്ങളിലായാലും നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്ത് നല്ല ഒരു ജീവിതത്തിലേക്ക് പോകാനുള്ള സാധ്യത, അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ്സിലേക്ക് നല്ലൊരു പാർട്ട്ണറെ നിങ്ങൾക്ക് കിട്ടുന്ന എനർജിയും ആവാം. മനസ്സിലായോ? അപ്പൊ ഐക്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നല്ല ഒരു ഐക്യത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അത് ജീവിതത്തിലെ ഏതൊരു സാഹചര്യത്തിലായാലും, ബിസിനസ്സിലാവാം, റിലേഷൻഷിപ്പിലാവാം, ഇനി മറ്റ് പല കാര്യങ്ങളിലും ആവാം. അങ്ങനെ നിങ്ങൾക്ക് ഒരു ഐക്യം വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു പങ്കാളി വരും, നല്ല ഒരു പങ്കാളി നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ ആണ്. ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ കണ്ടില്ല, 7 ചക്രാസിൽ 7th ചക്രയാണ്. സഹസ്രകോടി എതളുകളുള്ള ഒരു പൂവിന്റെ ഷേപ്പിൽ, ഒരു ലോട്ടസ് ഫ്ലവറിന്റെ ഷേപ്പിൽ നമ്മുടെ ശിരസിന് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ചക്രയാണ് ക്രൗൺ ചക്ര അഥവാ സഹസ്രാര പത്മം എന്ന് മലയാളത്തിൽ പറയുന്നത്. മനസ്സിലായി? അപ്പോൾ അതിൻ്റെ നല്ല വയലറ്റ് കളറാണ്. അപ്പോൾ ഇവിടെ കണ്ടില്ല, സഹസ്രകോടി ഇതളുകളാണ് ആ ഒരു പുഷ്പത്തിനുള്ളത്. അവിടെ ആരാണ്? ശിവ കുടുംബമാണെന്ന് പറയാം അല്ലേ? അത് നന്മയിലേക്കുള്ളതാണ്. അതായത് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിവിൻ്റെതായ വാതായനം തുറക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രപഞ്ചത്തെക്കുറിച്ച് അറിയാനുള്ള സാഹചര്യത്തിലേക്ക് നമ്മൾ നീങ്ങാൻ സാധിക്കുന്നു നിങ്ങൾക്ക്. മനസ്സിലായി? അങ്ങനെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രപഞ്ചത്തെ അറിയാനുള്ള ഒരു കഴിവ് വരുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് നല്ല ഒരു എനർജിയിലേക്ക് പോകാൻ സാധിക്കുന്നു, നല്ലൊരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു. പ്രപഞ്ചത്തെ അറിയുമ്പോഴാണ് നമുക്ക് എല്ലാ കാര്യങ്ങളിലും സക്സസ് ലഭിക്കുന്നത്. പ്രപഞ്ചത്തെ അറിഞ്ഞു പോകണം.
മനസ്സിലായി. അല്ലാതെ വെറുതെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നാടകത്തിൽ റിയാലിറ്റിയിലേക്ക് വരണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നാടകത്തിൽ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, മറ്റുള്ളവർ അതിന്റെ ഡയലോഗ് എഴുതി വെച്ചേക്കുന്നു, അത് പറഞ്ഞുകൊണ്ട് നടക്കുന്നു എന്നുള്ള ഒരു ലൈഫ് അല്ല നമ്മളുടെ യഥാർത്ഥത്തിലുള്ള ലൈഫ് എന്ന് പറയുന്നത്. സ്വയം നമുക്ക് ആർജിച്ചെടുക്കുന്ന ഒരു കഴിവുണ്ട്, സ്വയം മനസ്സിലാക്കിയെടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എന്താണ് എന്നറിയുക, സ്വന്തം ശരീരം എന്താണ്, മനസ്സിലായോ? അപ്പൊ നമ്മുടെ ഈ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്, അതെന്താണ്, ഇതൊക്കെ അറിയാൻ ശ്രമിക്കണം. അങ്ങനെയാണ് ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ വരുമ്പോൾ ഇതൊക്കെ കുറേശ്ശെ കാര്യങ്ങൾ അറിയാൻ കഴിയും എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആ ബോധത്തിലൂടെ മുന്നോട്ട് വരുമ്പോൾ ജീവിതത്തിൽ സക്സസ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം, മനസ്സിലായോ? അല്ലാതെ വെറുതെ നിങ്ങൾ കണ്ടിട്ട് അങ്ങ് പോവുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം തീർച്ചയായിട്ടും. അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാവുന്നതാണ്. അത് പറഞ്ഞ് നിങ്ങൾക്കൊരു കമൻ്റ് ഇടാവുന്നതാണ്. ഒട്ടും സമയമില്ല എനിക്ക്, ഞാൻ ധൃതി പിടിച്ചാണ് ഇത് കാണുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറയുന്നത് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി ലഭിക്കും. അതുപോലെ യൂണിവേഴ്സിനോടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണം കൂടിയാവും, മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ ഉപേക്ഷ വിചാരിക്കരുത്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.